നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഐതിഹ്യങ്ങളിൽ നിന്ന് വിശ്വാസങ്ങൾ മാത്രമല്ല ജനിക്കുന്നത്, ചില കലകളുടെ ഉത്ഭവം കൂടി ഐതിഹ്യങ്ങളിൽ നിന്നാണ്. അത്തരത്തിലൊരു കഥയാണ് നിഴൽപ്പാവക്കൂത്തിൻ്റേത്. കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ ഏറ്റവും വിസ്മയകരമായ ഒന്നാണ് തോൽപ്പാവക്കൂത്ത്. കേരളത്തിലെ ചില ഭദ്രകാളി ക്ഷേത്രങ്ങൾ, അതായത് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ മേഖലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ തോൽപ്പാവക്കൂത്ത് ഇന്ന് നിലനിൽക്കുന്നത്. വളരെ രസകരമായ കഥകൾ ഇഴപിരിഞ്ഞ് കിടക്കുന്നതാണ് തോൽപ്പാവക്കൂത്തിൻ്റെ ഐതിഹ്യം. ഈ പാവകളുടെ പ്രത്യേകതകളുണ്ട്, കഥകൾക്ക് പ്രത്യേകതകളുണ്ട്, അവതരിപ്പിക്കുന്നതിന് പ്രത്യേകതകളുണ്ട്. അങ്ങനെ നിറയെ പ്രത്യേകതകളുള്ള അനുഷ്ഠാന കലയാണ് തോൽപ്പാവക്കൂത്ത്. ആ വിസ്മയകരമായ കലയുടെ ചരിത്രത്തിലേക്കും കഥയിലേക്കുമാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിൻ പോകുന്നത്. കേരളത്തിൻ്റെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട തനതായ നിഴൽനാടക കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിറവികൊണ്ട സിനിമയുടെ ഈ മുത്തച്ഛൻ ഇപ്പോൾ പ്രധാനമായും പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലെ ഭഗവതി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലനിൽക്കുന്നത്. തോൽപ്പാവക്കൂത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. ലങ്കയിൽ വെച്ച് ശ്രീരാമനും രാവണനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അതേ സമയത്താണ് ഭദ്രകാളി ദാരികനെ വധിക്കുന്നത്. അതുകൊണ്ടുതന്നെ രാമരാവണ യുദ്ധം കാണാനോ വിശേഷങ്ങൾ അറിയാനോ ദേവിക്ക് സാധിച്ചില്ല. ഈ കുറവ് പരിഹരിക്കുന്നതിനായി ദേവിയെ സന്തോഷിപ്പിക്കാൻ രാമായണ കഥ നിഴൽ രൂപത്തിൽ അവതരിപ്പിക്കുന്നുവെന്നാണ് വിശ്വാസം. രാവണനുടെ കൊല്ലപ്പുരയ്ക്ക് ഒരു കാലത്തിൽ ചെല്ലക്കൂടാതെ അവിടത്തെ ചെല്ലാതെ ആയുധത്തെ എല്ലാം എടുത്ത് അവർക്ക് വേഗം പ്രയോഗിക്കാനുള്ള സന്ദർഭം വരും. അങ്ങനെ നല്ല ഗോപുരത്തിൽ ചെല്ലി ചേരവ് അതൊക്കെ എപ്പടി ചെയ്യും. കല്ല് വെച്ച് മുന്നാടി കാണുന്നതാണ് കല്ല് കൊണ്ട് മാറ്റി പൊട്ടാ പോകും. ഓ ശരി ശരി, മുന്നേ കൊഞ്ചം മാറ്റി വെക്കണമെന്നോ അപ്പടി ചെയ്തുകൊള്ളാം. നമ്മളിവിടുന്ന് കോൽത്തിരി കത്തിച്ച് കുഞ്ഞമ്പലം പ്രദർശനം ചെയ്ത് നമ്മൾ കാണാം. നമ്മളെ നേരെ എതിർവശത്തിരിക്കുന്നതാണ് ദേവി രാവണവധം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ദേവി പുറത്തോട്ട്, അതായത് വർഷത്തിലൊരിക്കൽ ദേവി പുറത്തോട്ട് എഴുന്നള്ളിയ ചടങ്ങാണ് അത്. ഈ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നിരുന്ന് രാവണവധം കണ്ടിട്ട് പോകുന്ന ദേവിയാണ്. അപ്പോൾ കുഞ്ഞമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ചാണ് നമ്മൾ ഇതിവിടേക്കുള്ള, അതായത് 11 നാളികേരം 22 മുറിയായിട്ടാണ്, 22 തിരിയായിട്ടാണ് കത്തിക്കുക. ഏകദേശം 1200-ലധികം വർഷത്തെ പഴക്കം ഈ കലാരൂപത്തിനുണ്ട്. തമിഴ് കവിയായ കമ്പൻ രചിച്ച കമ്പരാമായണമാണ് തോൽപ്പാവക്കൂത്തിന് ആധാരമായ ഗ്രന്ഥം. ആര്യ ദ്രാവിഡ സംസ്കാര സംയോജനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണ് തോൽപ്പാവക്കൂത്ത്. പാലക്കാട് ചുവറൈ വാങ്ങും ഭണക്കാരം കോടം വേഴം മലർകൾ തൂവി ഇളയാടി ഇരുഞ്ചുവോർക്കും. ഇവിടെ നടത്തുന്നത് കമ്പരാമായണത്തിലെ ശ്രീരാമകഥയെ ആസ്പദമാക്കിയിട്ടുള്ള തോൽപ്പാവക്കൂത്താണ്. ഇവിടെ 7 ദിവസത്തെ കൂത്താണ് നടത്തുന്നത്. സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള കഥകൾ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വേറെ മറ്റുള്ള ഒരുപാട് പാവകളുണ്ട്, പക്ഷേ ഇവിടെ കമ്പരാമായണത്തിലെ ഇത് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങളതാണ് നടത്തിപ്പോരുന്നത്. ക്ഷേത്രങ്ങൾക്ക് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ കൂത്തുമാടങ്ങളിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. സാധാരണയായി 41 അടി നീളമുള്ള കൂത്തുമാടങ്ങളാണ് തയ്യാറാക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് വഹിക്കുന്നത്. ഈ കലാരൂപം ഇത്രയധികം ആചാരബദ്ധമായി ഇന്ന് നിലനിൽക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അസ്തമയം കഴിഞ്ഞ് ഒരു 7:30 നാഴികയ്ക്ക് ശേഷമാണ് കൂത്ത് തുടങ്ങുക. ആ സമയത്തൊക്കെ ആകുമ്പോൾ ഇപ്പോഴും കുറേ അമ്മാവന്മാരെന്ന് വെച്ചാൽ ഒരു 80-85 വയസ്സിനുള്ളവർ പടിഞ്ഞാറുനിന്ന് ചൂട്ട് കത്തിച്ച്, പണ്ട് നമുക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ നമുക്ക് ലൈറ്റിന് സൗകര്യമുള്ളതുകൊണ്ട് എല്ലായിടത്തും ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ പഴയ ആചാരങ്ങളെ പോലെ തന്നെ ചൂട്ട് കത്തിച്ച് ചൂട്ട് കൊണ്ടുവന്ന് ദേവിയുടെ നടക്കിൽ വെച്ച് കെടുത്തി എന്നിട്ട് വന്നിട്ട് കൂത്ത് കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഗുരുക്കന്മാരുടെ ആഗ്രഹ സഫലീകരണത്തിനായി തൃശ്ശൂർ എടമുട്ടത്ത് തോൽപ്പാവക്കൂത്ത് നടത്താനെത്തുന്നവരാണ് പട്ടാമ്പിയിലെ കളരിക്കൽ തറവാട്ടുകാർ. പാതിരാവിൽ ശ്രീരാമചരിതം മുഴുവൻ നിഴൽപ്പാവകളായി രേഖപ്പെടുത്തുന്ന
പരമ്പരാഗത കല ജീവിതചര്യയാക്കിയവർ. ഉരുപ്പാളും കനകമാതെ എന്നുള്ള പണ്ടെങ്ങോ ഒരു കാരണന്മാർ ഇവിടെ വന്ന് അവർ തോൽപ്പാവ് കൂത്തിൻ്റെ കമ്പരാമായണത്തിലെ വരികൾ ഇവിടെ തീർത്ഥാടനത്തിന് വന്നപ്പോൾ ഈ മണൽപ്പരപ്പിൽ വെച്ച് ചൊല്ലി എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. അങ്ങനെ ഇവിടെ കോമരം വന്ന് എനിക്ക് കമ്പനാടകം വേണം ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞിട്ട് നിശ്ചയിച്ചിട്ടാണ് പിറ്റത്തെ വർഷം മുതൽ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് 7 ദിവസത്തെ തോൽപ്പാവ് കൂത്ത് നടത്തൽ എന്ന് ആണ് ഐതിഹ്യം കേട്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 900 വർഷങ്ങൾക്ക് മേലെ ഉണ്ടാവും എന്നുള്ളതാണ് ഏകദേശം. കൃത്യമായി നമുക്കത് കണക്കാക്കാൻ പറ്റില്ല. വന്ന് പതിച്ചതേ ചൊല്ലുമായിരുന്ന കമ്പംകൂത്താടികളാന പേർക്ക് ആ വാദ്യത്തിനനുസരിച്ച് എപ്പടി പാദം ചലിപ്പിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നത് പോലെയാകിലും ആ സാഗരത്തിൽ വന്ന് പതിച്ചു പോലത്. എത്ര വർഷമായി എന്നുള്ളത് ഇവിടെ പാവക്കൂത്ത് തുടങ്ങിയിട്ട് ആരംഭിച്ചിട്ട് എത്ര കാലമായി എന്നുള്ളതിന് പ്രത്യേകം തെളിവുകളൊന്നും രേഖകളോ ഇല്ല അവിടെ. ഈ രാമേശ്വരം വെച്ചിട്ട് ഞങ്ങളെ ഒരു 900-ഓളം രാമേശ്വരം ഇവിടെ കോവിലകത്ത് നിന്ന് കിട്ടിയെന്നാണ് ഐതിഹ്യം. അപ്പോൾ 900 എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേറെയും കിട്ടിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഒരു 1000-ൻ്റെ അടുത്ത വർഷം പഴക്കമുണ്ട് ഇവിടെ തോൽപ്പാവക്കൂത്ത് ആരംഭിച്ചിട്ട് എന്നാണ്. കമ്പരാമായണത്തിലെ 6-ാമത് അധ്യായമായ യുദ്ധകാണ്ഡമാണ് കൂത്തിൻ്റെ ഇതിവൃത്തം. സാധാരണക്കാരായ ജനങ്ങൾക്ക് സംസ്കൃതം പ്രാപ്യമല്ലാത്ത കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ക്ഷേത്രത്തിൽ കമ്പരരുടെ തമിഴ് രാമായണം ലളിതമായി അവതരിപ്പിക്കപ്പെട്ടിരുന്നു. കഥകൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് രാമരാവണ യുദ്ധമാണ്. പക്ഷെ നമുക്കത് കൂടുതൽ ഇങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ടൈം കാണുമ്പോൾ മനസ്സിലാവില്ല. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സപ്പേ എന്നിട്ട് പറയാം. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. എത്ര ഉറക്കത്തിലാണെങ്കിലും നമ്മൾ അത് കേൾക്കുമ്പോൾ ചടി എണീക്കും. നമ്മളിവിടെ തന്നെ കിടന്നുറങ്ങലും അതിൻ്റെ ഇടയിൽ കൂത്ത് കാണലൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ തന്നെ. സാധാരണ രാവിലെ ഒരു 5-6 മണി ആ സമയം വരെ ഉണ്ടാവാറുണ്ട്. ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെ പായൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കിടന്നുറങ്ങും. അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് എണീക്കണേ അപ്പോൾ കുറച്ച് നേരം കൂത്താണും. പിന്നെ ഉറക്കം വന്നാൽ വീണ്ടും കിടന്നുറങ്ങും. പാലപ്പെട്ടി വേലയ്ക്ക് 900 വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വേലയ്ക്ക് 7 ദിവസം മുമ്പ് തിരുവോണം നാളിൽ പട്ടാമ്പി കളരിക്കൽ തറവാട്ടിലെ കൂത്തുപണിക്കന്മാർ കൂത്തുകൊട്ടി പുറപ്പെടും. തുടർന്ന് ആൽമരച്ചില്ലയിൽ കൊടിക്കൂറ കൊരുത്ത് കെട്ടും. രാത്രി 18 നാഴിക ചെല്ലുമ്പോൾ ഉദ്ദേശം 1 മണിയോടെ നാട്ടുപ്രമാണിയോട് അനുമതി തേടി കൂത്തുകൂറയിടും. എണ്ണത്തിരിയിട്ട നാളികേരമുറികളുടെ വെളിച്ചത്തിൽ ആയപ്പുഴവിയിൽ നിഴൽപ്പാവകൾ നിറഞ്ഞാടും. തുണി ഇവിടെ ആയപ്പട എന്ന് പറയും. ഈ ആയപ്പട കെട്ടി അതിലാണ് പാവകളെ മുള്ളാടുന്നത്. മുള്ളാടുന്നതിന് കാരമുള്ളാണ് ഉപയോഗിക്കുന്നത് പണ്ടേ മുതൽക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നാളികേരം മുടച്ച് തേങ്ങാമുറി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് തിരി കത്തിച്ചിട്ടാണ് വെളിച്ചം ഉണ്ടാക്കുന്നത്. പാവകളെ ഒരു ഭാഗത്ത് രാക്ഷസ പാവകളും മറുഭാഗത്ത് ശ്രീരാമനും പിന്നെ വാനരപ്പടയും ഉള്ള ഭാഗത്താണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാരണവന്മാർ ഈ ക്ഷേത്രത്തിന് സമീപമെത്തി മണൽപ്പരപ്പിലിരുന്ന് തോൽപ്പാവക്കൂത്തിലെ കമ്പരാമായണ ഭാഗത്തിലെ വരികൾ ചൊല്ലിയത് കണ്ട് ഭഗവതിയുടെ ആജ്ഞപ്രകാരം കോമരം വന്ന് വരും വർഷങ്ങളിൽ കൂത്ത് അവതരിപ്പിക്കാൻ അരുളിയെന്നാണ് ഐതിഹ്യം. കൂത്തും വേലയും കാണാൻ ഭഗവതി രേവതി നാളിൽ ക്ഷേത്രം വിട്ട് കൂത്തമ്പലത്തിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം. മാൻതോൽ കൊണ്ടാണ് പാവകൾ നിർമ്മിക്കുന്നത്. അയപ്പുടവ എന്ന് വിളിക്കുന്ന വെളുത്ത തുണിയാണ് തിരശ്ശീലയായി ഉപയോഗിക്കുന്നത്. പാവകളുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മാന്തോലിൻ്റെ പാവകളായിരുന്നു. ഇപ്പോൾ പിന്നെ മാന്തോലല്ല, മറ്റുള്ള ആടിൻ്റെയോ കാളയുടെയോ ഒക്കെ തോലെടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പാവകൾ ഉണ്ടാക്കണില്ല. നിലവിൽ പുരാതനമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പാവകളാണ് ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ച് വരുന്നത്. കോടിത്തുണി ആണ് അത് കെട്ടിക്കഴിഞ്ഞിട്ട് അതിലാണ് ഈ പാവകളെ നമ്മൾ മുള്ളാടുക എന്ന് പറയും. കാരണം തൂക്കുന്നത്. എന്നിട്ട് അതിന് പിന്നിൽ കൂത്തുമാടത്തിൻ്റെ ഉള്ളിൽ നാളികേരം മുറിയിൽ
എണ്ണ ഒഴിച്ചിട്ട് തിരി കത്തിക്കും. അതിൻ്റെ വെളിച്ചത്തിലാണ് പുറത്തേക്ക് ഈ നിഴലുകൾ കാണുന്നത്. തിരശീലയ്ക്ക് പിന്നിൽ വരിവരിയായി വെച്ചിരിക്കുന്ന ചിരാതുകളിൽ നിന്നുണ്ടാകുന്ന വെളിച്ചമാണ് പാവകളുടെ നിഴലുകളെ തിരശീലയിൽ വീഴ്ത്തുന്നത്. പാവകളെ തിരിച്ചറിയുന്നതിന് വിവിധ നിറങ്ങൾ നൽകും. ചപ്പങ്ങ മരത്തിൻ്റെ പുറന്തൊലിയും കസവ് മരത്തിൻ്റെ ഇലകളും വെള്ളത്തിൽ തിളപ്പിച്ചാണ് ചുവപ്പ് നിറം ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ വിളക്കിലെ കരിയും വേപ്പ് മരത്തിൻ്റെ ഇലകളിൽ നിന്നുള്ള പശയും ഉപയോഗിച്ച് കറുപ്പ് നിറം. നീലിച്ചെടിയുടെ ഇലകളിൽ നിന്ന് നീലനിറം തുടങ്ങി മരങ്ങളുടെ കാതൽ കാച്ചിക്കുറുക്കിയും നിറങ്ങൾ തയ്യാറാക്കും. കഥയിലെ ഓരോ പ്രധാന കഥാപാത്രങ്ങളുടെയും ഇരിപ്പ്, നടത്തം, പോരാട്ടം എന്നീ 3 വ്യത്യസ്ത ഭാവങ്ങൾ പാവകളാൽ പ്രതിനിധീകരിക്കുന്നു. മൃഗങ്ങളെയും പക്ഷികളെയും പ്രതിനിധീകരിക്കുന്ന പാവകൾക്ക് വ്യത്യസ്ത തരം സന്ധികൾ നൽകുന്നു. മരങ്ങൾ, പർവ്വതം, സമുദ്രം തുടങ്ങിയ പ്രകൃതി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനും പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത പാവകളുണ്ട്. 7 ദിവസമുള്ള കൂത്തിന് 35 പാവകളും 21 ദിവസത്തെ കൂത്തിന് 180 പാവകളും വേണം. കഥയ്ക്ക് അനുസരിച്ച്, കഥയുടെ സന്ദർഭത്തിനനുസരിച്ചിട്ട് പാവകളെ ചലിപ്പിക്കുന്ന രീതിയാണ്. അതിപ്പോൾ രാവണവധായാലും വേണ്ട, ഇന്ദ്രജിത്ത് വധായാലും അതികായ വധായാലും നമ്മൾ അതിൻ്റെ കഥയ്ക്ക് അനുസരിച്ചിട്ട് പാവകളെ ചലിപ്പിക്കുന്ന രീതിയാണ്. കമ്പരാമായണത്തിലെ തമിഴ് ശീലുകൾ ഫലിതത്തിൻ്റെ മേമ്പൊടിയും ചേർത്ത് ചെണ്ടയുടെ താളവും കൂടിയാകുമ്പോൾ കൂത്തിന് മാറ്റുകൂടും. 10-20 വർഷത്തോളമായിട്ടുണ്ട് ഇവിടെ കാണാൻ വരുന്നത്, മുത്തിമര ഇത് കാണാൻ വരുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് വേറെ നമ്മുടെ നാട്ടിൽ വേറൊരു ഒരിക്കലും ഇല്ല ഇങ്ങനത്തെ ഒരു പാവക്കൂത്ത് എന്ന് പറയുന്ന ഇത് കാണുന്നത്. പിന്നെ എത്ര വെളുപ്പിന് വരെയൊക്കെ വന്നിരുന്നാലും നമുക്കൊരു അസുഖങ്ങൾ അങ്ങനത്തെ ഒന്നും മുത്തമ്മ നമുക്ക് ഇതുവരെ ഉണ്ടാക്കി തരില്ല. നമുക്ക് പാവക്കൂത്തിൻ്റെ കഥ ഇവിടെ 7 ഭാഗങ്ങളിലാണ്. സേതുബന്ധനം, യുദ്ധവിളംബരം, കുംഭകർണവധം, അതികായവധം, ഇന്ദ്രജിത് വധം, രാവണവധം, പട്ടാഭിഷേകം എന്നിവ അരങ്ങ് തകർക്കും. രോഗപീഠകൾക്കും വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടിയും കൂത്തിൽ നാടകം എന്ന പേരിൽ വഴിപാട് കഴിക്കുന്ന ചടങ്ങുമുണ്ട്. ഇതിനായും രാത്രിയിൽ ഉറക്കമിളച്ച് പലരും കൂത്തമ്പലത്തിലെത്തുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നാടകം എഴുതിക്കലാണ്. അത് നാടകം കാണാനും ഒരു വഴിപാടായിട്ടാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അത് സാധിച്ചു കിട്ടാനായിട്ടുള്ള വഴിപാടാണ് നാടക വഴിപാട്. നിഴൽപ്പാവക്കൂത്തിൻ്റെ പാരമ്പര്യവും ഐതിഹ്യവും വരും തലമുറകളിലേക്ക് പകർന്നു നൽകാനുള്ള ഇത്തരം ശ്രമങ്ങളിലൂടെ നാടിൻ്റെ സംസ്കാരവും ചരിത്രവും മായാതെ നിലനിൽക്കുന്നു. അത് മസ്റ്റ് വാച്ചാണ്, എന്തായാലും ഒന്ന് കണ്ടിരിക്കണം. കാരണം നമ്മളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം ചില അമ്പലങ്ങളിൽ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ എന്തായാലും വന്ന് കണ്ടിരിക്കണം, നമുക്ക് അറിയണ്ടേ നമ്മളുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ കാഴ്ചകളും പുതുമയുള്ള വിശേഷങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.